ഹരി ഓം. ദശകം 6, ശ്ലോകം 4. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. പിരിച്ചു നോക്കാം. ത്വത് ബ്രഹ്മരന്ധ്ര പദം ഈശ്വര വിശ്വകന്ദ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാഃ തവ ഘനാസ്തവ ഘനാഃ തവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലി യുഗളം ദ്രുഹിണസ്യ ഗേഹം. ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. പഷ്മാണി എന്ന് പറയരുത്, പക്ഷ്മാണി. കായും ഷായും കൂടെ ഉണ്ട്, ക്ഷയാണത്. പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. ഹേ വിശ്വകന്ദ ഈശ്വര ത്വദ്ബ്രഹ്മരന്ധ്രപദം ഛന്ദാംസി. ഹേ വിശ്വകന്ദ എന്ന് വെച്ചാൽ ആ പ്രപഞ്ചത്തിനു കാരണഭൂതനും, അതാണ് വിശ്വകന്ദ. ഈശ്വര കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ എന്നാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ഹേ വിശ്വകന്ദ ഈശ്വര, ആ പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ. ത്വദ്ബ്രഹ്മരന്ധ്രപദം, അങ്ങയുടെ അവിടുത്തെ ആ ബ്രഹ്മരന്ധ്രപദം എന്ന് വെച്ചാൽ സുഷുമ്നാഗ്രഭാഗം, ആ ഏറ്റവും ആ സുഷുമ്നാഗ്രഭാഗം ഛന്ദാംസി വേദങ്ങളാകുന്നു. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. ഛന്ദാംസി ആ വേദങ്ങളാകുന്നു. അപ്പം ആ പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ അവിടുത്തെ സുഷുമ്നാഗ്രഭാഗം വേദങ്ങളാകുന്നു. ഹേ കേശവ തവ കേശപാശാഃ ഘനാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ നേത്രേ സവിതാ ച. ഹേ കേശവ, അല്ലയോ കേശവ, തവ കേശപാശാഃ, അങ്ങയുടെ ആ വിശേഷപ്പെട്ട തലമുടിയുണ്ടല്ലോ അത് ഘനാഃ, ആ മേഘങ്ങളാകുന്നു. ആ തലമുടി മേഘങ്ങളാകുന്നു. ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം. ഉല്ലാസി ചില്ലിയുഗളം എന്ന് വെച്ചാൽ ആ ഉല്ലസിച്ചിരിക്കുന്ന ആ പുരികക്കൊടികൾ, ചില്ലിയുഗളം, ആ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമാകുന്നു. ദ്രുഹിണസ്യ ഗേഹം, ദ്രുഹിണസ്യ ഗേഹം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമാകുന്നു. പക്ഷ്മാണി, പക്ഷ്മാണി എന്ന് പറഞ്ഞാൽ കൺപീലികൾ. രാത്രി ദിവസവും, രാത്രിയും ദിവസവും എന്ന് വെച്ചാൽ രാത്രിയും പകലും ആകുന്നു. നേത്രേ സവിതാച, നേത്രങ്ങൾ കണ്ണുകൾ സൂര്യനുമാകുന്നു. അപ്പം പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ അവിടുത്തെ ആ സുഷുമ്നാഗ്രഭാഗം വേദങ്ങളാകുന്നു. അല്ലയോ കേശവ, നിന്തിരുവടിയുടെ ആ വിശേഷപ്പെട്ട ആ തലമുടി ഉണ്ടല്ലോ അത് മേഘങ്ങളാകുന്നു. ആ ഉല്ലസിച്ചിരിക്കുന്ന ആ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമാകുന്നു. കൺപീലികൾ രാപ്പകലുകളും കണ്ണുകൾ സൂര്യന്മാരുമാകുന്നു.